ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. തുടക്കം മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ഞായറാഴ്ച ഭീകര കളക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നു. മോർണിംഗിൽ തന്നെ നിറഞ്ഞ് കവിയുന്ന തിയേറ്ററുകൾ. എന്തായാലും കളക്ഷൻ ഡീറ്റെയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇവിടെ തുടക്കത്തിൻ്റെ ആദ്യ 2 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ഒന്ന് നമുക്ക് എത്തി നോക്കാം. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,62,00,000 രൂപ നേടി. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 40 ലക്ഷം രൂപ നേടി. അങ്ങനെ ടോട്ടൽ 3,02,00,000 രൂപ ഇന്ത്യ കളക്ഷൻ മാത്രമായി സിനിമയ്ക്ക് വന്നു. രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37% മുകളിലുള്ള ഉയർച്ച കാണാനുണ്ടായി. അതായത് കേരളത്തിൽ നിന്ന് 3,60,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അവിടെയും 50% വർധനവ് 60 ലക്ഷം രൂപ നേടാൻ കഴിഞ്ഞു. ടോട്ടൽ 4,20,00,000 രൂപയാണ് നേടിയത്. അങ്ങനെ ഇന്ത്യ കളക്ഷൻ മാത്രമായി സിനിമ 7 കോടിക്ക് മുകളിൽ 7,22,00,000 രൂപയാണ് നേടിയത്. കേരളത്തിൽ നിന്ന് 2 ദിവസങ്ങൾ കൊണ്ട് 6,22,00,000 രൂപ നേടി. ചിത്രം 1 കോടിയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയത്. ഇനി ഇന്ന് തുടക്കം എങ്ങനെയെന്ന് നോക്കാം. തുടക്കം എങ്ങനെയെങ്കിൽ ഗംഭീരമെങ്കിൽ പിന്നീടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയണം. ഇന്ന് ഇതുവരെ നമുക്ക് ട്രാക്കിങ്ങിലൂടെ ലഭിച്ചിരിക്കുന്ന കണക്കുകൾ പ്രകാരം 1,80,00,000 രൂപ രാവിലെ 10 മണി വരെ കഴിഞ്ഞിരിക്കുന്നു. അതായത് 1,00,000 മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ വിറ്റുപോയിരിക്കുന്നു. ആദ്യ ദിനം 1,38,000 ടിക്കറ്റുകളാണ് വിറ്റുപോയതെങ്കിൽ രണ്ടാം ദിനം 1,95,000 മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയി. ഇന്ന് ഇപ്പോൾ തന്നെ 1,00,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിൽക്കുമ്പോൾ ഈവനിങ്ങിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു 2,50,000 ടിക്കറ്റുകൾ വിറ്റുപോകുമെന്നുള്ളത്. അതായത് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4.5 കോടിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും അത് ഏറെക്കുറെ ശരിയാകും എന്നുള്ളതാണ്. 3 ദിനങ്ങൾ കൊണ്ട് സിനിമ തീർച്ചയായും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 കോടിക്ക് മുകളിലേക്ക് എത്തുന്ന ഒരു സന്തോഷകരമായ കാഴ്ച. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഈ ഒരു ദിവസം കൊണ്ട് 3-ാം ദിവസം കൊണ്ട് 15 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇന്ന് ഇതുവരെയുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 1,59,00,000 രൂപയാണ് സിനിമ നേടിയിട്ടുള്ളത്. ആദ്യ ദിനം 77 ലക്ഷം രൂപ നേടിയ ചിത്രം രണ്ടാം ദിനം 1,09,00,000 രൂപയായിരുന്നു ട്രാക്കിങ്ങിലൂടെ. അല്ലെങ്കിൽ നമുക്ക് ഈ പിടിക്കും പോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് മോർണിംഗിൽ തന്നെ ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെ. അതായത് ഈവനിങ് അപ്പോൾ നമ്മൾ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ഇന്നലെ 56% ഓക്യുപ്പൻസി എങ്കിൽ ഇന്ന് മോർണിംഗിൽ തന്നെ 31% ആയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ട്രാക്കിങ്ങിലൂടെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 7,36,00,000 രൂപ വരുന്നു. അതായത് 10 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുന്നു ഇന്നത്തോടെ. എന്തായാലും ഗംഭീര വിരുന്നാണ്. വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തീർച്ചയായും ആ ഒരു റേഞ്ചിലേക്ക് പോകും. ഇനിയും നമുക്ക് ഇപ്പോൾ ലഭ്യമായ മറ്റൊരു കണക്കുകളിലേക്ക് വരാം. 6,93,00,000 രൂപ നേടിയ ആദ്യ ദിനത്തെ കളക്ഷനാണ് നമ്മൾക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 2,62,00,000 രൂപ ആദ്യ ദിനത്തെയാണ് എടുത്തു പറയുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 42 ലക്ഷം രൂപ, ഇന്ത്യ ഗ്രോസ് ആയിട്ട് 3 കോടി, GCCയിൽ നിന്ന് 305K, USA നിന്ന് 35K, UK അയർലൻഡിൽ നിന്ന് 40K, ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് 14K, റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് 16K. അങ്ങനെ ആകെ മൊത്തം ഓവർസീസിൽ നിന്ന് $410K നേടിയത്. അതായത് 3,91,00,000 രൂപയോളം. അതായത് സിനിമയ്ക്ക് ആദ്യ ദിനം 6,93,00,000 രൂപയോളം ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 2 ദിനങ്ങൾ കൊണ്ട് തന്നെ സിനിമ 13-13.5 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തോടെ സിനിമ ഏകദേശം 17 കോടിക്കും 20 കോടിക്കും ഇടയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ കണക്കുകൾ പ്രകാരം. എന്തായാലും കത്തട്ടെ, വരുന്ന ദിവസങ്ങളിൽ അടുത്ത ആഴ്ചയോടെ സിനിമ 50 കോടി ക്ലബിലേക്ക് നേടും.